ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സിമ്പിൾ ചുരിദാർ ടോപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിംഗ് വീഡിയോയും നമ്മുടെ പഴയ ചുരിദാറിൽ നിന്ന് എങ്ങനെ അളവെടുക്കാം എന്നുള്ള വീഡിയോയും ഞാൻ 2 പാർട്ടായിട്ട് ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ആ 2 വീഡിയോയുടെയും ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ആ ലിങ്കിൽ പോയി കാണുക. വീഡിയോ കാണുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നോക്കാം. ആദ്യം ചുരിദാർ ടോപ്പിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ലൈനിങ് പീസിലാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. നെക്കിൻ്റെ വീതി 3 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇത് ഫ്രണ്ട് പീസാണ്. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇത് നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി ഈ സ്ക്വയറിൽ നമുക്ക് ഇഷ്ടമുള്ള നെക്കിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. ഞാൻ ഇതുപോലെയുള്ളൊരു ഷേപ്പാണ് വരച്ചെടുത്തത്. റൗണ്ട് ഷേപ്പോ സ്ക്വയർ ഷേപ്പോ ഒക്കെ ആവാം. ഇനി ഈ വരച്ചെടുത്ത ഷേപ്പിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നിവർത്തിയാൽ ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതിന് ബാക്ക് പീസിൻ്റെ ലൈനിങ് തുണി എടുക്കാം. നെക്കിൻ്റെ വീതി 3 ഇഞ്ച് അടയാളപ്പെടുത്തി. ബാക്കിലെ നെക്കിറക്കം ഞാൻ 2 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. ഇത് നമുക്ക് നേരത്തെ വരച്ച പോലെ സ്ക്വയർ ഷേപ്പിൽ വരച്ചെടുക്കാം. ബാക്ക് നെക്ക് ഞാൻ റൗണ്ട് ഷേപ്പിലാണ് വരച്ചെടുത്തത്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കിട്ടും. ഫ്രണ്ടും ബാക്കും നെക്ക് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. ഫസ്റ്റ് ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിന് ഫ്രണ്ട് പാർട്ടിൻ്റെ മെയിൻ തുണി നല്ല വശം മുകളിൽ വരുന്ന വിധം നിവർത്തിയിടാം. ഇതിനു മുകളിൽ ലൈനിങ് തുണി ചീത്തവശം മുകളിൽ വരുന്ന വിധം നിവർത്തിയിടണം. അപ്പോൾ മെയിൻ തുണിയുടെ നല്ല വശവും ലൈനിങ് തുണിയുടെ നല്ല വശവും ഉള്ളിൽ ഫേസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇത് നമുക്കൊരു പിൻ ഉപയോഗിച്ച് ഇതുപോലെ പിൻ ചെയ്തതിന് ശേഷം 1/4 ഇഞ്ചിൽ നെക്കിൻ്റെ അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇനി മെയിൻ തുണിയുടെ ഈ നെക്കിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ നെക്കിൻ്റെ ഭാഗത്ത് ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. ഈ സ്റ്റിച്ചിങ്ങിൽ ടച്ച് ചെയ്യാതെ വേണം കട്ടിങ് ഇട്ട് കൊടുക്കാൻ. നെക്കിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. ലൈനിങ് തുണി നമുക്ക് മറിച്ചെടുക്കാം. അപ്പോൾ സ്റ്റിച്ചിങ് ഉള്ളിലായിരിക്കും. ഇതുപോലെ ആയിരിക്കും നെക്ക് കിട്ടുക. നെക്കിൻ്റെ ഷേപ്പ് ഇതുപോലെ നന്നായി ക്ലിയർ ആക്കി എടുക്കണം. ഇനി 1/4 ഇഞ്ചിൽ നെക്കിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെയായിരിക്കും. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതുപോലെ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്ക് പീസിൻ്റെ മെയിൻ തുണി നല്ല വശം മുകളിൽ വരുന്ന വിധം നിവർത്തിയിട്ട് ലൈനിങ് തുണി നല്ല വശം താഴ്ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതിനു മുകളിൽ നിവർത്തിയിടണം. 2 തുണിയുടെയും നല്ല വശം ഉള്ളിലായിരിക്കും. ബാക്ക് നെക്ക് റൗണ്ട് ഷേപ്പിലായിരുന്നു കട്ട് ചെയ്തെടുത്തിരുന്നത്. ഇതേ ഷേപ്പിൽ 1/4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. മെയിൻ തുണി ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നെക്കിൽ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. ബാക്ക് പീസിൽ നെക്കിൻ്റെ മുകളിലൂടെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നെക്കിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ബാക്ക് പീസിൻ്റെ ലൈനിങ് തുണി ഇതുപോലെ നിവർത്തിയിടുക. ശേഷം ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ഷോൾഡർ ഭാഗം ഇതുപോലെ കറക്റ്റാക്കി ചേർത്ത് വെച്ച്
ബാക്ക് പീസിൻ്റെ ലൈനിങ് തുണി ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് ഒരു പിന്നുപയോഗിച്ച് പിൻ ചെയ്തെടുക്കാം. ഷോൾഡർ കറക്റ്റാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ മറ്റേ സൈഡിലുള്ള ഷോൾഡറും കറക്റ്റാക്കി വെക്കണം. ഇതിപ്പോൾ മുകളിൽ നിന്ന് 2 ലൈനിങ് തുണി 2 മെയിൻ തുണി ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് 2 ഷോൾഡറും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല വശം പുറത്തേക്ക് മറിച്ചിട്ടാൽ ഷോൾഡർ ഇതുപോലെയായിരിക്കും കിട്ടുക. ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്താൽ ഒരിക്കലും ഷോൾഡർ വിട്ടുപോരില്ല. ഇനി ബാക്ക് നെക്കിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡറിൽ നിന്ന് തുടങ്ങി നെക്കിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് മറ്റേ ഷോൾഡറിൻ്റെ മുകളിലൂടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്സ്റ്റ് സ്ലീവിൽ ലൈനിങ് തുണി ജോയിൻ ചെയ്തെടുക്കണം. ഇതിന് സ്ലീവിൻ്റെ റോങ് സൈഡ് മുകളിൽ വരുന്ന വിധം നിവർത്തിയിട്ട് ലൈനിങ് തുണി ഈ സ്ലീവിൻ്റെ മുകളിലേക്ക് വെച്ച് ഒരു പിന്നുപയോഗിച്ച് പിൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ മറ്റേ സ്ലീവും ജോയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ സ്ലീവിൽ ലൈനിങ് പീസ് ജോയിൻ ചെയ്തെടുത്തു. ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ റോങ് സൈഡിലേക്കാണ് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ആദ്യം 1/2 ഇഞ്ചും പിന്നീട് 1/2 ഇഞ്ചും കൂടെ മടക്കിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ലൈനിങ് തുണിയും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ സ്ലീവ് രണ്ടും റെഡിയായി. ഇനി നമുക്ക് സ്ലീവ് ടോപ്പിൽ ജോയിൻ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ടോപ്പ് നല്ല വശം മുകളിലായി നിവർത്തിയിടുക ഇതുപോലെ. ഇനി സ്ലീവ് കറക്റ്റ് സെൻറ്ററിലായി മടക്കി ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. സ്ലീവിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയാണിത്. സ്ലീവിൻ്റെ കട്ടിങ്ങുള്ള ഭാഗം ഷോൾഡറിൻ്റെ ജോയിൻ ഭാഗത്ത് വെച്ച് ഒരു പിന്നുപയോഗിച്ച് പിൻ ചെയ്തതിന് ശേഷം ആദ്യം ഒരു ഭാഗത്തേക്ക് സ്ലീവും ടോപ്പും ജോയിൻ ചെയ്തതിന് ശേഷം റിട്ടേൺ വന്ന് ഓപ്പോസിറ്റ് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ കിട്ടും. ഇനി ഇതുപോലെ മറ്റേ സ്ലീവും ജോയിൻ ചെയ്തെടുക്കണം. 2 സ്ലീവും ജോയിൻ ചെയ്തെടുത്തു. ഇനി ടോപ്പിൻ്റെ റോങ് സൈഡ് മറിച്ചിട്ട് നമുക്ക് ഷേപ്പിങ്ങിന് വേണ്ടി മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താം. ആദ്യം സ്ലീവിൻ്റെ താഴ്ഭാഗത്തുള്ള വിഡ്ത്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്തു. മുകൾ ഭാഗത്തെ വിഡ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതുപോലെ മറ്റേ സ്ലീവിലും മാർക്ക് ചെയ്യണം. അടുത്തതായി ചെസ്റ്റ് മെഷർമെൻറ്റ്സ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഇതിനായി ആദ്യം സെൻറ്റർ മാർക്ക് ചെയ്യാം. എന്നിട്ട് 2 സൈഡിലേക്കും സെൻറ്ററിൽ നിന്ന് 9.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക. തയ്യൽ തുമ്പ് മൈനസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഷേപ്പിൻ്റെ മെഷർമെൻറ്റ്സ് എത്രയാണോ അതാണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് 13.5 ഇഞ്ചിൽ നമുക്ക് വേസ്റ്റ് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താം. സെൻറ്ററിൽ നിന്ന് 8.5 ഇഞ്ച് 2 ഭാഗത്തേക്കും മാർക്ക് ചെയ്യണം. ഇനി ഹിപ്പ് ലൈൻ 21 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും 10 ഇഞ്ച് വീതം മാർക്ക് ചെയ്യാം. ഹിപ്പിൽ നിന്നാണ് നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. സ്ലീവ് മുതൽ ഹിപ്പ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അടുത്തതായി നമുക്ക് ലൈനിങ് തുണിയുടെ താഴ്ഭാഗം 1 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം 1/2 ഇഞ്ചും പിന്നെ 1/2 ഇഞ്ചും കൂടെ മടക്കിയതിന് ശേഷം സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ. ഇനി സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിന് ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ താഴ്ഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം 1/2 ഇഞ്ചും പിന്നെ 1/2 ഇഞ്ചും കൂടെ ഇതുപോലെ മടക്കി
ഇതിൻ്റെ അരികുവശത്ത് കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി 1 ഇഞ്ചായിരുന്നു സൈഡിൽ തയ്യൽ തുമ്പ് വിട്ടിരുന്നത്. ആ 1 ഇഞ്ചാണ് നമ്മൾ 1/2 ഇഞ്ച് വീതം മടക്കിയത്. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് മുകളിലെത്തുമ്പോൾ സ്ലിറ്റ് തുടങ്ങുന്നതിൻ്റെ 1/2 ഇഞ്ച് മുമ്പ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഫൂട്ട് ഉയർത്തി തുണി ഇതുപോലെ തിരിച്ചിട്ട് മടക്കിയതിന് ശേഷം ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീണ്ടും ഫൂട്ട് ഉയർത്തി തുണി ഇതുപോലെ തിരിച്ചിട്ട് 1 ഇഞ്ചിൽ മടക്കി തായ്ഭാഗം വരെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്ലിറ്റിൻ്റെ ഈ സൈഡിലൂടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് ചുരിദാർ ടോപ്പ് വീട്ടിലിരുന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ചുരിദാറിൻ്റെ തായ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനു മുമ്പ് ടോട്ടൽ ലെങ്ത്ത് എത്രയെന്ന് നോക്കാം. 44 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. ഇത് ടോട്ടൽ 45 ഇഞ്ചുണ്ട്. അപ്പോൾ 1 ഇഞ്ച് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം 1/2 ഇഞ്ചും പിന്നീട് 1/2 ഇഞ്ചും കൂടെ മടക്കി റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ചുരിദാർ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.